വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടൊക്കെ കേസും അന്വേഷണവും ഒക്കെ പുരോഗമിക്കുന്നുണ്ട്. സുധാകരന് കൊടുത്ത കത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മൊഴിയെടുപ്പ് ഒക്കെ ഇനി നടക്കാനുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിൽ വിജയന്റെ വീട് സന്ദർശിക്കുകയാണ് കെ സുധാകരൻ. രാഹുൽ കെ വി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. രാഹുൽ, സന്ദർശനം പൂർത്തിയായോ? അദ്ദേഹം ഇപ്പോഴും അവിടെ തന്നെയാണോ? അല്പസമയം മുൻപാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ NM വിജയന്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. ബത്തേരിയിലെ വീട്ടിലെത്തി സുധാകരൻ കുടുംബാംഗങ്ങളെ കാണുകയാണ്. രാഷ്ട്രീയമായി വലിയ കോലാഹലമായ കേസാണ് NM വിജയന്റെ ആത്മഹത്യ. അതിൽ അധ്യക്ഷൻ തന്നെ ആദ്യമേ നടത്തിയ ചില പ്രതികരണങ്ങൾ വലിയ വിവാദങ്ങളാവുകയും CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അതായത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച് കുടുംബം മുന്നോട്ട് വന്ന സമയത്ത് അന്തവും കുന്തവും ഇല്ലാത്ത വിധത്തിലാണ് NM വിജയന്റെ മകനും മകൻ്റെ ഭാര്യയും പ്രതികരിക്കുന്നതെന്നടക്കം കെ സുധാകരൻ പറഞ്ഞിരുന്നതാണ്. കുടുംബത്തിന് പല ബാങ്കുകളിലായി സാമ്പത്തിക ഇടപാടുകളുണ്ട്. ഒപ്പം NM വിജയൻ എഴുതിയ കുറിപ്പുകളിൽ ഉള്ള നേതാക്കൾക്കെതിരെയാണ്, നിലവിൽ പേരുള്ള നേതാക്കൾക്കെതിരെയാണ് കേസും എടുത്തിട്ടുള്ളത്. അത്തരം വിവാദങ്ങളൊക്കെ നിൽക്കുകയാണ്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ചിന് അന്വേഷണം സർക്കാർ കൈമാറി. ഇന്ന് പ്രധാനപ്പെട്ട 2 നേതാക്കളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ അടക്കമുള്ള നേതാക്കളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് ഏതായാലും KPCC അധ്യക്ഷൻ വീട്ടിലേക്ക് എത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നത്. ഇനി അറിയേണ്ടത് പാർട്ടി ഈ വിഷയത്തിൽ എന്ത് നിലപാട് ഔദ്യോഗികമായി തന്നെ പറയുമെന്നാണ്. കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്ന് നേരത്തെ അദ്ദേഹം നിലപാട് പറഞ്ഞിരുന്നതാണ്. കുടുംബത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അടക്കമുള്ളതാണ്. ആ വിഷയത്തിലേക്ക് എന്താണ് ഇനി മുന്നോട്ട് ചെയ്യാൻ പോകുന്നത് എന്നത് അധ്യക്ഷൻ്റെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. എന്തായാലും നാളെ കേസിൽ 1-ാം പ്രതിയായ IC ബാലകൃഷ്ണൻ MLA യോട് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് 3 ദിവസം ഹാജരാകണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് IC ബാലകൃഷ്ണനും പ്രതികരിക്കുകയുണ്ടായി. 3 ദിവസം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഇന്ന് ഞാൻ പറഞ്ഞ DCC പ്രസിഡന്റിൻ്റെയും മുൻ കോൺഗ്രസ് നേതാവിൻ്റെയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയമായി അധ്യക്ഷൻ വീടിനകത്ത് NM വിജയന്റെ ബന്ധുക്കളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പുറത്തേക്ക് വരും, മാധ്യമങ്ങളെ കാണും. ശരി. ഇന്ന് ഇപ്പോൾ DCC അധ്യക്ഷൻ്റെയൊക്കെ അറസ്റ്റ് രേഖപ്പെടുത്തി. നേരത്തെ ND അപ്പച്ചൻ്റെയൊക്കെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അവരെ കഴിഞ്ഞ 2 ദിവസങ്ങളായി ചോദ്യം ചെയ്യണം. മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ കെ സുധാകരൻ NM വിജയൻ്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കാണുന്നത്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പൂർണ്ണമായും തീർക്കുക, അത് അല്ലേ KPCC അധ്യക്ഷൻ കൂടി അതിന് മുന്നിട്ടിറങ്ങുന്നു എന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഒപ്പം തന്നെ പാർട്ടി വലിയൊരു പ്രതിരോധത്തിലായ ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ട് സുധാകരൻ തന്നെ നേരിട്ടിറങ്ങുന്നു.